Thank you, sir. It's really much respectful. I don't know how to describe it. So thank you. സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ എല്ലാവർക്കും അറിഞ്ഞെന്ന് വരില്ല, പ്രത്യേകിച്ച് പല ഭാഷകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്. കാരണം ഇപ്പോൾ ഈ ടി വിയുടെ ഒക്കെ മുന്നിൽ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഓരോ ഇതിൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും CBSE സ്കൂളിൽ പഠിച്ചിട്ട് വന്നവരൊന്നുമല്ല. അവർക്കാർക്കും അത്ര വലിയ കാര്യമായിട്ട് ഇംഗ്ലീഷ് എന്ന് അറിഞ്ഞൊന്നും വരില്ല. അല്ലെങ്കിൽ ഒരു TV റിപ്പോർട്ടർ, അതൊരു മലയാളം റിപ്പോർട്ടറാണ്, അല്ലാതെ ഒരു ഇംഗ്ലീഷ് ചാനലിലൊന്നും വായിക്കുന്ന ആളൊന്നും അല്ലല്ലോ, വാർത്ത വായിക്കുന്ന ആളൊന്നും അല്ല. പക്ഷേ ഇത് ഇവർ ചിന്തിച്ചില്ല. എപ്പോൾ നമ്മുടെ റഹീം ആ കർണാടകയിൽ കിടന്നിട്ട് വാം ജും ജും ബം 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 ബും 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 എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നന്നായിട്ട് തപ്പിത്തടഞ്ഞു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് എടുത്തത് ഈ പുറത്തുള്ള ചാനലുകളാണ്. അത് നമ്മുടെ കേരളത്തിനൊരു ക്ഷീണം ഉണ്ടാക്കി. 100% ലിറ്ററസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടാക്കി. ലിറ്ററസി ഒന്നും ഇല്ല എന്നുള്ളത് നാട്ടുകാർ മൊത്തം പറഞ്ഞ് പരത്തി. അതുകൊണ്ടായിരിക്കാം അന്ന് സുജയ പാർവതി നന്നായിട്ട് കിടന്നങ്ങടെ അലക്കി റഹീമിനെ അങ്ങോട്ട് കൊല്ലാക്കൊല ചെയ്തു. പക്ഷേ കാലം കാത്തുവെച്ച നീതി എന്ന് പറയുന്ന പോലെ സുജയ്ക്ക് ഇത്തവണ പണി കിട്ടി. പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും കൂടെ പറയാൻ പറ്റിയില്ല. എന്തായാലും ഇതൊന്നും ഒരു മാനദണ്ഡമൊന്നുമല്ല. ഓക്കെ, നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്ത് നമ്മൾ സൂപ്പറാണോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണം എന്നില്ല, അത് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക.